350 സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകളുടെ വില കൂടാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ GSTയിൽ ഒരു അഴിച്ചുപണി നടത്തിയത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലേ? 12%, 28% ഉണ്ടായിരുന്ന GST 5%, 18% കേന്ദ്ര സർക്കാർ കുറച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 40% എന്നൊരു GST സ്ലാബും കൂടി കേന്ദ്ര സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ GSTയുടെ പരിഷ്കരണം എങ്ങനെയാണ് മോട്ടോർ സൈക്കിളുകളെ അഫക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 350 സി സിയും അതിന് താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് ഇനി 28% പ്ലസ് 3% സെസ് എന്ന നിരക്കിൽ നിന്നും വെറും 18% എന്ന GST നിരക്കിലേക്ക് താഴുകയാണ്. അപ്പോൾ ഏറെക്കുറെ റോയൽ എൻഫീൽഡിന്റെയും ഹോണ്ടയുടെ ഒക്കെ 350 സി സിയുടെ മോട്ടോർ സൈക്കിളുകൾക്കൊക്കെ 18% എന്ന GSTയിലേക്ക് കുറയുന്നുണ്ട്. അപ്പോൾ 350 സി സിക്ക് താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് 18% GST. ഇനി 350 സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 350 സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് ഇനി 40% GST ആണ് വരാൻ പോകുന്നത്. അതായത് 28% GST പ്ലസ് 3% സെസ് ഉണ്ടായിരുന്ന സ്ഥാനത്തിന് 40% GST 350 സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് ജനപ്രിയമായ 350 സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുടെ റേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ 350 സി സിക്ക് മുകളിലുള്ള സെഗ്മെന്റിൽ കുറച്ച് ജനപ്രീതി നേടിയൊരു മോഡലാണ് ബജാജ് പൾസർ NS 400C എന്ന് പറയുന്നത്. ഈ വാഹനത്തിന് GST റീഫോംസിന് മുമ്പുള്ള റേറ്റ് എന്ന് പറയുന്നത് 1,92,000 രൂപയോളമാണ്. ഇത് 28% GST പ്ലസ് 3% സെസ് ഉള്ള 31% എന്ന ടാക്സ് റേറ്റ് ആണ്. ഇതിന് 40% വരുമ്പോൾ 2,05,000 രൂപയാണ് ഈ വാഹനത്തിന് ഇനി വരാൻ പോകുന്നത്. ഏകദേശം 13,000 രൂപയുടെ വർധനവ് ഈ വാഹനത്തിനുണ്ടാകും. ഇനി നമുക്ക് ഡ്യൂക്ക് 390ലേക്ക് വന്നു കഴിഞ്ഞാൽ 2,97,000 രൂപയോളമാണ് ഈ വാഹനത്തിന് റേറ്റ്, പഴയ റേറ്റ്. ഇനി GST വന്നു കഴിയുമ്പോൾ 3,17,000 രൂപയോളമായിട്ട് ഇത് കൂടും. അപ്പോൾ ഏകദേശം 20,000 രൂപയുടെ വർധനവ് ഡ്യൂക്ക് 390ക്ക് ഉണ്ടാവും. അതുപോലെ KTM 390 അഡ്വഞ്ചർ X എന്ന മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ 3,03,000 രൂപയാണ് ഈ വാഹനത്തിന്റെ പ്രൈസ് വന്നിരുന്നത്. ഇനി GST 40% വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് 3,24,000 രൂപയും, അതായത് 20,000 രൂപയുടെ വർധനവ് 390 അഡ്വഞ്ചർ Xന് ഉണ്ടാവും. ഇനി നമുക്ക് ട്രയംഫിന്റെ സ്പീഡ് 400ന്റെ കാര്യത്തിലേക്ക് വരാം. സ്പീഡ് 400ന് 2,50,000 രൂപയാണ് ഇത് മുമ്പുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഇത് 40% GSTയിലേക്ക് മാറിക്കഴിഞ്ഞാൽ 2,67,000 രൂപയായിട്ട് കൂടും. ഏകദേശം 17,000 രൂപയുടെ വർധനവ് ഈ സ്പീഡ് 400ന് ഉണ്ടാവും. ഇനി നമുക്ക് ട്രയംഫിന്റെ തന്നെ സ്ക്രാംബ്ലർ 400X എന്ന മോഡലിന്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മോഡലിൽ 2,67,000 രൂപയാണ് ഉണ്ടായിരുന്നത്. 40% GST റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,86,000 രൂപയോളമായിട്ട് ഇത് കൂടും. അപ്പോൾ 18,000 രൂപയുടെ പ്രൈസ് ഹൈക്ക് ഈ സ്ക്രാംബ്ലർ 400X എന്ന മോഡലിന് വരും. ഇനി ട്രയംഫ് ഈ അടുത്ത് ലോഞ്ച് ചെയ്ത ത്രക്സ്റ്റൺ 400ന്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,74,000 രൂപയാണ് ഇതിന്റെ പ്രീവിയസ് റേറ്റ്. ഇത് GST 40% കൂടിക്കഴിഞ്ഞാൽ 2,92,000 രൂപയായിട്ട് വരും. ഏകദേശം 18,000 അല്ലെങ്കിൽ 19,000 രൂപയുടെ വർധനവ് ഈ മോഡലിനും വരുന്നുണ്ട്. ഇനി നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ 650 എന്ന മോഡലിലേക്ക് വരാം. ഈ മോഡലുകൾക്ക് 3,09,000 രൂപ മുതൽ 3,38,000 രൂപ വരെയാണ് പ്രീവിയസ് റേറ്റ് ഉണ്ടായിരുന്നത്. ഇത് 40% GST റേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3,30,000 രൂപ മുതൽ 3,62,000 രൂപ വരെയായിട്ട് ഹൈക്ക് ചെയ്യും. അപ്പോൾ 20,000 രൂപ മുതൽ 23,000 രൂപ വരെയുള്ള പ്രൈസ് ഹൈക്ക് ഈ ഇന്റർസെപ്റ്റർ 650 എന്ന വാഹനത്തിന് വരും. ഇനി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വാഹനമായ ഹിമാലയൻ 450യുടെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രീവിയസ് പ്രൈസ് എന്ന് പറയുന്നത് 2,85,000 രൂപ മുതൽ 2,92,000 രൂപ വരെയായിരുന്നു. ഇത് 40% GST റേറ്റിലേക്ക് വരുമ്പോൾ 3,04,000, അതായത് 3,05,000 കൂട്ടാം. 3,05,000 രൂപ മുതൽ 3,18,000 രൂപയായിട്ട് കൂടാണ്. അതായത് 20,000 രൂപയുടെ പ്രൈസ് ഹൈക്ക് ഹിമാലയൻ 450ക്കും വരും. അങ്ങനെ 350 സി സിക്ക് മുകളിലുള്ള എല്ലാ മോട്ടോർ സൈക്കിളുകൾക്കും 40% GST വരും. അപ്പോൾ ഈ GST റീഫോംസ് വരുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഈ 350 സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾക്കാണ്. ബാക്കി കാറുകളുടെ കാര്യം എടുത്താലും അത് സബ് 4 മീറ്റർ ആയാലും 4 മീറ്റർ ആയാലും എബോ ആയാലും ഫുൾ സൈസിലായാലും എല്ലാത്തിനും ഈ 40% വരുമ്പോൾ, അല്ലെങ്കിൽ സബ് 4 മീറ്ററിന് 18% വരുമ്പോൾ ബെനിഫിറ്റ് ആണ് കസ്റ്റമേഴ്സിന് വരുന്നത്. പക്ഷേ ഈ മോട്ടോർ സൈക്കിളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 350 സി സിക്ക് താഴെയുള്ള മോട്ടോർ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 18% ആകും. ഏകദേശം 10% അല്ലെങ്കിൽ 11% പ്രൈസ് ഡ്രോപ്പ് ഈ വാഹനത്തിൽ വരും.
പക്ഷേ 350cc മുകളിലുള്ള മോട്ടോർ സൈക്കിൾ എടുക്കുമ്പോൾ ഈ 28% അല്ലെങ്കിൽ 31% നിന്നും 40%ലേക്ക് വരുമ്പോൾ ഏകദേശം 10% പ്രൈസ് ഹൈക്ക് ഈ വാഹനങ്ങൾക്ക് വരും. അപ്പോൾ 350cc മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾക്കെല്ലാം തന്നെ പ്രൈസ് കൂടും. അപ്പോൾ നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള 350cc മുകളിലുള്ള മോട്ടോർ സൈക്കിളുടെ വിലയാണെന്ന് കമ്പയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും മോഡലുകളുടെ പ്രൈസ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നമ്മളത് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നതായിരിക്കും.